മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ മുറ്റത്തുനിന്നായിരുന്നു കേട്ടോ കളി. നീ കളിച്ചത് മതി, അകത്തേക്ക് കയറിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവൻ കളിക്കാൻ വേണ്ടി പറിച്ചെടുത്ത കുറച്ച് പൂക്കളാട്ടോ. അതൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട് അകത്തേക്ക് കയറിയാണ്. കയറിയതിന് ശേഷം പിന്നെ ചോറിൻ്റെ പരിപാടിയൊന്നും നോക്കിയില്ലേ. ഇന്ന് കാര്യമായിട്ട് കറികളൊന്നും ഇല്ല കേട്ടോ. ഇന്നത്തെ താരം ഉപ്പേരിയാണ്. നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ, പച്ചക്കായും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് വെന്ത് വന്നപ്പോൾ കുറച്ച് ചെറുപയർ വേവിച്ചതും കൂടി അതിലേക്കിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ രാഗിയത് ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ് കേട്ടോ ആ പച്ച വെളിച്ചെണ്ണേൻ്റെയും പയറിൻ്റെയും ഒക്കെ ആയിട്ടുള്ള. പിന്നെ ഒരു ഓംലേറ്റ്, അതിലേക്ക് ഞാൻ ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഓംലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറുമായി. അപ്പം ഇന്നത്തെ ചോറിന് ചെറുപയറും കായും കൂടിയുള്ള ഉപ്പേരിയും ഓംലേറ്റും തൈരും വന്നിട്ടുള്ളത്. ഇത് ധാരാളമാണല്ലോ അല്ലേ, തൈരുണ്ടെങ്കിൽ തന്നെ മതി. ദക്ഷിന് തൈരുണ്ടെങ്കിൽ അത് മതി കേട്ടോ. പുളിയുള്ള സാധനത്തിനോടൊക്കെ ദക്ഷിന് ഭയങ്കര ഇഷ്ടമാണ്. ചോറുണ്ട് കഴിയുന്ന വരെ ആ തൈര് നക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ആഹാരമൊക്കെ കഴിച്ചു.